ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചു. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. അതിൽ തന്നെ നമ്മൾ സ്റ്റേഷനറി ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് പഠിച്ചു. അതുപോലെ തന്നെ യൂണിഫോം മോഷൻ്റെ കേസും. ഓക്കെ, പക്ഷേ യൂണിഫോം മോഷനിൽ നമ്മൾ പഠിച്ചത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത് യൂണിഫോം മോഷൻ്റെ കേസ് തന്നെ, പക്ഷേ ബോഡി മൂവിങ് വിത്ത് നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഓക്കെ, നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ s=ut+12at² ആണ്. പക്ഷേ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ എത്രയാണ്? 0 ആണ്. ഓക്കെ, അതുകൊണ്ട് സെക്കൻഡ് ടേം 0 ആയി മാറും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ s=ut ആണ്. ഓക്കെ, അവിടെ s എന്ന് പറയുന്നത് x-x0 ആണ്. സോ x-x0 u × t. ഇത് നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. വി ക്യാൻ റൈറ്റ് ദിസ് x=x0 + ut എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിഫറൻറ്റ് ടൈമിലുള്ള വസ്തുവിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. ഇനീഷ്യലി ബോഡി ഈസ് അറ്റ് എ പൊസിഷൻ 4 മീറ്റർ ഫ്രം ദ ഒറിജിൻ. ഓക്കെ, കൂടാതെ വസ്തുവിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ -1 മീറ്റർ/സെക്കൻഡ് ആയിട്ട് എടുക്കുന്നു. അവിടെ -1 മീറ്റർ/സെക്കൻഡ് എടുക്കാൻ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെക്കുറിച്ചാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് ഒരു ടേബിളർ കോളം പ്രിപ്പയർ ചെയ്യണം. ദറ്റ് ഈസ് ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ. ഞാനിവിടെ ടൈം 0, 1, 2, 3 എന്നെടുക്കുന്നു. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ നമ്മൾ x0ൻ്റെ സ്ഥാനത്ത് 4 കൊടുക്കാം, ഇനീഷ്യൽ വെലോസിറ്റി -1 കൊടുക്കാം, ടൈം 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 മീറ്റർ. ഓക്കെ, ഇനി ടൈമിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 1 ആണെങ്കിൽ -1 × 1 that is equal to 3 meter. Okay, similarly we can find what the position of the body at 2 seconds also, that is equal to what? 2 meter. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദ ബോഡി നമുക്ക് ഓരോ ടൈമിലും നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഈ പൊസിഷനും ടൈമും തമ്മിലുള്ള ഈ ടേബിളർ കോളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് പ്രിപ്പയർ ചെയ്യാം. സോ വെൻ വി ആർ ഡ്രോയിങ് ദ ഗ്രാഫ് വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഒരു ബോഡി നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് അറിയാം. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ മെഷർ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ ആംഗിൾ ഹിയർ. ഓക്കെ, നമുക്കിവിടെ കാണാം ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സ്ലോപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ പറയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m, ദറ്റ് ഈസ് ഈക്വൽ ടു tan θ. ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് പറയാം സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തീറ്റയുടെ വാല്യൂ <90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. പക്ഷേ ഈ സ്ലോപ്പ് നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എക്സ് ആക്സിന് പാരലായിട്ട് ദെൻ യു മെഷർ ദ ആംഗിൾ ഫ്രം പോസിറ്റീവ് എക്സ് ആക്സിസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. നമുക്ക് കാണാൻ പറ്റും ഇവിടെയും തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയാണ്? ഇതേ വാല്യൂ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ വരച്ചാലോ അതേ ആംഗിൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദ സ്ലോപ്പ് ഈസ് നെഗറ്റീവ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? വെലോസിറ്റി എന്തായിരിക്കും? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ലോപ്പ് കിട്ടിയാൽ വെലോസിറ്റി പറയാൻ പറ്റും. കാരണം വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദ സ്ലോപ്പ് ഓഫ് xt ഗ്രാഫ് അല്ലേ? അപ്പോൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ സ്ലോപ്പ് നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെലോസിറ്റിയും എന്തായിരിക്കും? നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നിങ്ങളോട് ആക്സലറേഷൻ ആണ് ചോദിച്ചതെങ്കിലോ വളരെ എളുപ്പത്തിൽ പറയാം. കാരണം എന്തുകൊണ്ടാണ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം കൂടി പറയാം. ടൈം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ പൊസിഷൻ മാറുന്നുണ്ട് അല്ലേ? പൊസിഷൻ എങ്ങനെയാണ് മാറ്റം വരുന്നത്? ടൈം 0 ആവുന്ന സമയത്തുള്ള പൊസിഷൻ എവിടെയാണ്? 4 മീറ്റർ ദൂരത്താണ്.
ശരിയല്ലേ? ഓക്കെ, ഇനി ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ ഈസ് 3 മീറ്റർ അവേ ഫ്രം ദ ഒറിജിൻ. ശരിയല്ലേ? ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ ഈസ് 2 മീറ്റർ അവേ ഫ്രം ദ ഒറിജിൻ. ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓരോ ടൈമിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്താ ചെയ്യുന്നത്? 4 മീറ്റർ, 3 മീറ്റർ, 2 മീറ്റർ ആയി കുറയുന്നു എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഒറിജിൻ. Okay, so from this graph we can say body is moving towards the origin with a constant velocity and velocity is what? Negative. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗ്രാഫ് തന്നിട്ടാണ് നിങ്ങളോട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഗ്രാഫാണ്. ഓക്കെ, ഈ ഗ്രാഫ് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന ഏത് ചോദ്യം ചോദിച്ചാലും പറയാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ഒന്നാമത്തത്, ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. ഓക്കെ, സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് നെഗറ്റീവ് കോൺസ്റ്റന്റ്. വെലോസിറ്റി എത്രയാണ്? നെഗറ്റീവ് കോൺസ്റ്റന്റ്. ആക്സലറേഷൻ എത്രയാണ്? സിൻസ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, ആക്സലറേഷൻ ഈസ് 0. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ടത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോം മോഷൻ. നമുക്കറിയാം, ഒരു ബോഡി നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി ഈസ് എ വേരിയബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ആ ബോഡിക്ക് എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ പോസിറ്റീവും ആവാം, അതുപോലെ തന്നെ നെഗറ്റീവും ആവാം. ഓക്കെ, അതുകൊണ്ട് നമുക്കിവിടെ രണ്ട് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് ബോഡി മൂവിങ് വിത്ത് പോസിറ്റീവ് ആക്സലറേഷൻ ആൻഡ് അതർ വൺ ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കേസാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. ഗ്രാഫ് വരക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ S ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ ആണ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി എഴുതാം. എസിന്റെ സ്ഥാനത്ത് x മൈനസ് x0 എന്ന് എഴുതാം. സോ ദ ഇക്വേഷൻ ഈസ് x മൈനസ് x0 ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ, ആൻഡ് അഗെയിൻ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് x is equal to x0 plus ut plus half at square. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ടൈമിലുള്ള പൊസിഷൻ വേണമെങ്കിലും കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഗ്രാഫ് വരക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഓൾറെഡി പല ഗ്രാഫുകളും വരക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ ഇവിടെ ഗ്രാഫ് വരക്കുക. ഓക്കെ, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, അതായത് x0 ഒരു വാല്യൂ കൊടുക്കുക, ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കുക, ആക്സലറേഷൻ ഒരു പോസിറ്റീവ് വാല്യൂ കൊടുക്കുക. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആക്സലറേഷൻ്റെ കേസാണ്. എന്നിട്ട് നിങ്ങൾ ടൈമും പൊസിഷനും തമ്മിലുള്ള ഒരു ടേബിളർ കോളം പ്രിപ്പയർ ചെയ്യുക. അത് വെച്ച് നിങ്ങൾ ഒരു ഗ്രാഫ് വരക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതാണ് നോൺ യൂണിഫോം മോഷൻ, അതായത് പോസിറ്റീവ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയുള്ള ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഇതാണ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്താണ്? പോസിറ്റീവ് ആക്സലറേഷനാണ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? ഓക്കെ, ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല, ഇതൊരു കേർവ്ഡ് ഗ്രാഫാണ് അല്ലേ? ഒരു കേർവ്ഡ് ഗ്രാഫാണ്. ഈ ഗ്രാഫ് എങ്ങോട്ടേക്കാണ് കേർവ് ചെയ്തിരിക്കുന്നത്? മുകളിലേക്കാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരു പരാബോളിക് ഷേപ്പാണ്. ഓക്കെ, ഈ ഷേപ്പിനെ വിളിക്കുന്നത് പരാബോളിക് ഷേപ്പ് എന്നാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ പരാബോള. എങ്ങോട്ടേക്ക് കേർവ് ചെയ്തിരിക്കുന്നു? മുകളിലേക്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പരാബോള കേർവ്ഡ് അപ്വേർഡ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഒരു ബോഡി പോസിറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈസ് എ പരാബോള കേർവ്ഡ് അപ്വേർഡ്. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിവിടെ 3 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 3 പോയിന്റുകൾ. ഇനി ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റിന് ഒരു ടാൻജൻറ്റ് വരക്കുന്നു. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടാൻജൻറ്റ് വരക്കുന്നു. ആ ടാൻജൻറ്റ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ആംഗിൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ആ ലൈനിലേക്ക്, അതായത് ആ ടാൻജൻറ്റിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് θ > 90 ഡിഗ്രിയാണ്.
മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരക്കുന്നു. ഓക്കെ, ഈ ടാൻജൻറ്റ് എക്സ് ആക്സിന് എന്താണ്, പാരലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം തീറ്റ എന്താണ്, 0 ഡിഗ്രിയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ എന്താ കാണാൻ പറ്റുന്നത്, ടാൻജൻറ്റ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിലേക്ക് ടച്ച് ചെയ്യുന്നു. ഓക്കെ, എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, അത് മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. തീറ്റ <90 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ ഗ്രാഫിൻ്റെ ഏത് പോയിന്റിൽ നിങ്ങൾ ടാൻജൻറ്റ് വരച്ചാലും അതുണ്ടാക്കുന്ന ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആംഗിൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയുള്ള സ്ലോപ്പ് കോൺസ്റ്റൻ്റ് അല്ല, സ്ലോപ്പ് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതായത് സ്ലോപ്പ് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വേരി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി സമയത്തിനനുസരിച്ച് അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ദ ടൈം ഇൻക്രീസസ്, ആദ്യത്തെ പോയിന്റ് അതായത് ഒന്നാമത്തെ പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ആംഗിൾ എത്രയാണ്, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എത്രയാണ്, 0 ഡിഗ്രിയാണ്. നോക്കൂ, ഇതല്ലേ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റിൽ കിട്ടുന്നത് 0 ഡിഗ്രിയാണ്. മൂന്നാമത്തെ പോയിന്റിലോ, മൂന്നാമത്തെ പോയിന്റിൽ കിട്ടിയത് തീറ്റ <90 ഡിഗ്രിയാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആംഗിൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്ലോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m = tan തീറ്റയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി തീറ്റ 0 ആണെങ്കിൽ സ്ലോപ്പ് 0 ആയിരിക്കും. തീറ്റ <90 ഡിഗ്രി ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ്, പിന്നെ 0, പിന്നെ പോസിറ്റീവായി മാറി. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ സമയം മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള സ്ലോപ്പ് നെഗറ്റീവിൽ നിന്ന് 0 ആയി ഇൻക്രീസ് ചെയ്തു, പിന്നീട് 0യിൽ നിന്ന് പോസിറ്റീവായി ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പറയാം പോസിറ്റീവ് ആക്സലറേഷനിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അത് വെലോസിറ്റിയാണ് തരുന്നത്. അപ്പോൾ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? ഇനി വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷൻ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആക്സലറേഷൻ പോസിറ്റീവാണെന്ന് മനസ്സിലായി. ഈ രീതിയിലാണ് നമ്മൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഗ്രാഫുകളും അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെയൊരു ഗ്രാഫ് തന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിക്കാം. ഈ ഷേപ്പ് നോക്കിയിട്ട് അത് ഏത് ടൈപ്പ് മോഷനാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഇവിടെ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുന്നതാണോ നോക്കാം. അതുപോലെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, ആക്സലറേഷൻ എന്താണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ്റെ കേസാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് നെഗറ്റീവ് ആക്സലറേഷൻ. ഈ ഗ്രാഫ് വരക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഈസ് x = x0 + ut + ½ at². ഓക്കെ, ഗ്രാഫ് വരക്കാൻ നമ്മളൊരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. x0 ഒരു വാല്യൂ കൊടുക്കുക, ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഒരു വാല്യൂ കൊടുക്കുക, ആക്സലറേഷൻ ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇവിടെ ആക്സലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. കാരണം നമ്മൾ പഠിക്കുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ്റെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഓക്കെ, അതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പൊസിഷനും ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടേബിളർ കോളം വരക്കുക. ഓക്കെ, ആ ടേബിളർ കോളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗ്രാഫ് വരക്കാം. ഗ്രാഫ് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഗ്രാഫാണ്. ഇതാണ് ഗ്രാഫ്. അത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. മനസ്സിലായില്ലേ? അതിനുശേഷം നമുക്ക് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പോസിറ്റീവ് ആക്സലറേഷൻ്റെ കേസിൽ അതിൻ്റെ ഷേപ്പ് പഠിച്ചു അല്ലേ? അതെന്താണ്, കേർവ്ഡ് ഗ്രാഫ് ആയിരുന്നു അല്ലേ? പക്ഷേ അതിൻ്റെ കർവേച്ചർ എങ്ങോട്ടേക്കാണ്, ഇറ്റ് ഈസ് കേർവ്ഡ് അപ്വേർഡ് ആയിരുന്നു. പക്ഷേ ഇവിടെയുള്ള കേസിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാഫ് എന്താണ്, കേർവ്ഡ് ആണ്. പക്ഷേ എങ്ങോട്ടേക്കാണ് കേർവ് ചെയ്തിരിക്കുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനാണ്.
ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഗ്രാഫ് കേർവ്ഡ് ഡൗൺവേർഡ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പരാബോള കേർവ്ഡ് ഡൗൺവേർഡ്. ഓക്കെ, കേർവ്ഡ് ഡൗൺവേർഡ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ 3 പോയിന്റുകൾ എടുക്കുന്നു. ഓക്കെ, ഓരോ പോയിന്റും നമുക്ക് എന്ത് വരക്കാം? ടാൻജന്റ് വരക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ യു വിൽ ഗെറ്റ് എ ടാൻജന്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ടാൻജന്റ് പോസിറ്റീവ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? തീറ്റ. പക്ഷേ ഈ വാല്യൂ എന്താണ്? തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മൾ ടാൻജന്റ് വരച്ചാൽ കിട്ടുന്നത് അത് എക്സ് ആക്സിന് പാരലാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ഈ പോയിന്റിലാണ് നിങ്ങൾ ടാൻജന്റ് വരക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ടാൻജന്റ് ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ ആംഗിൾ എത്രയാണ്? ഇതാണ് ആംഗിൾ. ഓക്കെ, തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയുള്ള കേസിൽ ആംഗിൾ മാറുന്നുണ്ട്, അതുകൊണ്ട് സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലോപ്പ് വേരിയബിൾ ആണ്, കോൺസ്റ്റന്റ് അല്ല എന്ന് മനസ്സിലായി. ശരിയല്ലേ? ഇനി അത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അറിയണം അല്ലേ? അപ്പോൾ നമുക്ക് കാണാം ആസ് ദ ടൈം ഇൻക്രീസസ് തീറ്റയുടെ വാല്യൂ ആദ്യം എന്താണ്? തീറ്റയുടെ വാല്യൂ ആദ്യം 90 ഡിഗ്രിയേക്കാൾ കുറവാണ് അല്ലേ? സോ തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, അതിനുശേഷം എന്തായി? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയി മാറി. അതിനുശേഷം തീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയി മാറി അല്ലേ? നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ ടാൻ തീറ്റ. ഓക്കെ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ്, തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ സ്ലോപ്പ് 0, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ടൈം കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? പോസിറ്റീവ് 0 ദെൻ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം സ്ലോപ്പ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? സ്ലോപ്പ് ഡിക്രീസസ്. ഓക്കെ, സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെലോസിറ്റി എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദ സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ആസ് ദ സ്ലോപ്പ് ഡിക്രീസസ് വെലോസിറ്റി ഓൾസോ ഡിക്രീസസ്. ശരിയല്ലേ? ഇനി വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ആക്സലറേഷൻ? ആക്സലറേഷൻ നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഗ്രാഫിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്നത് ഈ ഗ്രാഫ് പഠിക്കുക. രണ്ടാമത് ആ ഗ്രാഫിന്റെ ഷേപ്പ്, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ പരാബോള കേർവ്ഡ് ഡൗൺവേർഡ് ആണെങ്കിൽ നമുക്ക് പറയാം അത് നെഗറ്റീവ് ആക്സലറേഷനിലാണ് പോകുന്നത്. മനസ്സിലായോ? ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് മനസ്സിലായി? ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നു. ആ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം വെലോസിറ്റി എന്ത് ചെയ്യുന്നു? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? അതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇക്ലാസ്സിലുമായി ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. നമ്മൾ പഠിച്ചത് സ്റ്റേഷനറി ബോഡിയുടെ കേസ് പഠിച്ചു. യൂണിഫോം മോഷനിൽ 2 പോസിറ്റീവ് കോൺസ്റ്റന്റ് വെലോസിറ്റിയും നെഗറ്റീവ് കോൺസ്റ്റന്റ് വെലോസിറ്റിയും. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷന്റെ കേസിൽ നെഗറ്റീവ് ആക്സലറേഷൻ, പോസിറ്റീവ് ആക്സലറേഷൻ. മനസ്സിലായില്ലേ? ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.